പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇനി ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന ഡെയിലി അപ്ഡേറ്റ്സിലെ ആദ്യത്തെ അപ്ഡേറ്റ് AEW റെസ്ലറായിരുന്ന പവർ ഹൗസ് ഹോബ്സ് WWE കരാറ് ഒപ്പിട്ടു എന്നുള്ള ഒരു അപ്ഡേറ്റ് ഫൈറ്റ്ഫുൾ സെലക്ട് കുറച്ച് മണിക്കൂറുകൾക്ക് മുൻപ് പങ്കുവെക്കുകയുണ്ടായി. റൂമേഴ്സ് ഉണ്ടായിരുന്നു പവർ ഹൗസ് ഹോബ്സ് WWE സൈൻ ചെയ്യുമെന്നുള്ളത്. ആ ഒരു വാർത്തയാണ് ഫൈറ്റ്ഫുൾ സെലക്ട് നിലവിൽ സ്ഥിരീകരിച്ചിരിക്കുന്നത്. പവർ ഹൗസ് ഹോബ്സ് നിലവിൽ AEW കോൺട്രാക്റ്റ് ഒക്കെ അവസാനിച്ച് കൈവശം ഉണ്ടായിരുന്ന ട്രിയോസ് ചാമ്പ്യൻഷിപ്പൊക്കെ ഡ്രോപ്പ് ചെയ്തതിന് ശേഷമാണ് ഫ്രീ ഏജൻ്റായി മാറിയത്. ഫ്രീ ഏജൻ്റ് ആകുമ്പോൾ തന്നെ WWEയിലേക്കാണ് താരത്തിൻ്റെ അടുത്ത ലക്ഷ്യം എന്നുള്ളൊരു വാർത്തകളാണ് പുറത്തേക്ക് വന്നത്. അതിനെ സ്ഥിരീകരിച്ചുകൊണ്ടുള്ള ഒരു റിപ്പോർട്ടാണ് ഫൈറ്റ്ഫുൾ സെലക്ട് നിലവിൽ പങ്കുവച്ചിരിക്കുന്നത്. മിക്കവാറും NXT എന്ന് പറയുന്ന ഡെവലപ്മെൻറ്റ് ബ്രാൻഡിലേക്കായിരിക്കും പവർ ഹൗസ് ഹോബ്സിനെ സൈൻ ചെയ്യാൻ സാധ്യത. നല്ലൊരു പവർ ഹൗസ് റെസ്ലറാക്കി NXTയിൽ ബിൽഡ് ചെയ്തിട്ടായിരിക്കും അദ്ദേഹത്തെ പിന്നീട് മെയിൻ റോസ്റ്റർ ബ്രാൻഡുകളിലേക്ക് പുഷ് ചെയ്യാൻ പോകുന്നത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. രണ്ടാമത്തെ അപ്ഡേറ്റ് സൂപ്പർ താരമായ OTC റോമൻ റീൻസിനെ സംബന്ധിച്ചുള്ള ചെറിയ അപ്ഡേറ്റ്സ് ആണ്. അതിൽ ഒന്നാമത്തേത് നിലവിൽ റോമൻ റീൻസ് ഏത് ബ്രാൻഡിൽ ആണ് ഉള്ളത് എന്നുള്ളതിനെ സംബന്ധിച്ചാണ്. WWE.com എന്ന് പറയുന്ന വെബ്സൈറ്റിൽ നോക്കുമ്പോൾ സ്മാക്ഡൗൺ ബ്രാൻഡിലാണ് നിലവിൽ റോമൻ റീൻസിനെ ലിസ്റ്റ് ചെയ്തിട്ടുള്ളത്. രണ്ടാമത്തെ അപ്ഡേറ്റ് ലേറ്റസ്റ്റ് ആയിട്ട് ഇന്നലെ റോമൻ റീൻസ് പങ്കുവച്ച സോഷ്യൽ മീഡിയ പോസ്റ്റിനെ സംബന്ധിച്ചാണ്. അദ്ദേഹം ഭാഗമായ വലിയ കാസ്റ്റുള്ള സ്ട്രീറ്റ് ഫൈറ്റർ എന്ന് പറയുന്ന വീഡിയോ ഗെയിമിനെ ആസ്പദമാക്കി തയ്യാറാക്കിയിട്ടുള്ള സ്ട്രീറ്റ് ഫൈറ്റർ എന്ന് പറയുന്ന മൂവിയുടെ ഒരു പ്രൊമോഷൻ്റെ ഒരു പോസ്റ്റർ, അതായത് ഈ ഗ്രൂപ്പിലെ ചില പിക്ചേഴ്സ്, അദ്ദേഹത്തിൻ്റെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ചില പിക്ചേഴ്സ് അദ്ദേഹം സോഷ്യൽ മീഡിയയിലൂടെ പുറത്തേക്ക് വിടുകയുണ്ടായി. അപ്പോൾ ഒക്ടോബർ 2026 ഈ പടം തിയേറ്ററുകളിലൂടെ ലോകമെമ്പാടും റിലീസ് ചെയ്യപ്പെടും എന്നുള്ളതിൻ്റെ ഒരു പ്രൊമോഷനാണ് റോമൻ റീൻസ് നടത്തിയിരിക്കുന്നത്. റോമൻ റീൻസിനെ നമുക്ക് അടുത്തതായിട്ട് പ്രതീക്ഷിക്കാവുന്നത് ഫെബ്രുവരി 1 സൗദി അറേബ്യയിൽ വെച്ച് നടക്കാൻ പോകുന്ന റോയൽ റംബിൾ പ്രീമിയം ലൈവ് ഇവൻറ്റിലാണ്. മറ്റൊരു അപ്ഡേറ്റ് സൂപ്പർ താരമായ മുൻ വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യനായ സെത്ത് റോളിൻസിനെ സംബന്ധിച്ചാണ്. സെത്ത് ഇന്നലെ കൊടുത്ത ഇൻ്റർവ്യൂവിൽ അദ്ദേഹത്തിൻ്റെ റിട്ടേണിനെ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള ഒരു അപ്ഡേറ്റ് പങ്കുവെക്കുകയുണ്ടായി. റസൽമീനിയ 42 മുൻപുള്ള ഒരു സമയം സെത്തിന് റിങ്ങിലേക്ക് റിട്ടേൺ ചെയ്യാൻ സാധിക്കുമെന്നുള്ളൊരു പ്രതീക്ഷയാണ് നിലവിൽ സെത്തിനുള്ളത്. സെത്ത് പിന്നീട് ഒരു വാചകം കൂടി അതിൻ്റെ കൂടെ കൂട്ടിച്ചേർക്കുന്നുണ്ട്. കാര്യങ്ങളൊന്നും അദ്ദേഹത്തിൻ്റെ കയ്യിലല്ല ഉള്ളത്, അത് മറ്റുള്ളവർ വേണം തീരുമാനിക്കാൻ. പക്ഷേ അദ്ദേഹത്തിൻ്റെ കണക്ക് കൂട്ടൽ പ്രകാരവും നിലവിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു പെയിനും മറ്റും മാറുന്നത് അനുസരിച്ചാണെങ്കിൽ റസൽമീനിയയിലേക്ക് മുൻപ് തന്നെ സെത്ത് റോളിൻസിന് ഇഞ്ചുറി ഭേദമായിട്ട് റിങ്ങിലേക്ക് കയറാൻ സാധിക്കുമെന്നാണ് സെത്ത് വിചാരിക്കുന്നത്. മെഡിക്കൽ സ്റ്റാഫ് ഒരു ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് കൊടുത്താൽ മാത്രമേ WWE സ്റ്റോറി ലൈനിന് വേണ്ടി സെത്തിന് ഒരു റിട്ടേൺ നടത്താൻ സാധിക്കുകയുള്ളൂ. പക്ഷേ റസൽമീനിയ സമയത്ത് സെത്തിൻ്റെ ഒരു റിട്ടേണിന് ഒരു സൂചന അദ്ദേഹം പങ്കുവെക്കുമ്പോൾ ഏത് നിമിഷം വേണമെങ്കിലും സെത്തിനെ പ്രതീക്ഷിക്കാം എന്നുള്ളൊരു കാര്യം കൂടി അതിന് പിറകിലുണ്ട്. സെത്തിൻ്റെ റിട്ടേൺ എന്തായാലും ഒരു സർപ്രൈസ് ആയിട്ടായിരിക്കും നടത്തുക. സെത്ത് തിരികെ വന്നാൽ ദ വിഷൻ ടീമിനെതിരെ തന്നെയായിരിക്കും സ്റ്റോറി ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു അപ്ഡേറ്റ് റോയൽ റംബിൾ 2026 വിജയികളെ സംബന്ധിച്ച് നിലവിൽ ബെറ്റിംഗ് സൈറ്റുകൾ പുറത്തേക്ക് വിടുന്ന ഫേവറേറ്റ് ലിസ്റ്റിനെ സംബന്ധിച്ചാണ്. അപ്പോൾ നമുക്ക് വുമൻസ് റോയൽ റംബിൾ മത്സരത്തെ സംബന്ധിച്ച് തുടക്കത്തിൽ നോക്കുകയാണെങ്കിൽ ടോപ്പ് ലെവലിൽ നിൽക്കുന്ന 2 റെസ്ലേഴ്സിൽ അതിൽ ഒന്ന് ലിവ് മോർഗൻ ആണ്. ലിവ് മോർഗൻ നിലവിൽ ജഡ്ജ്മെൻ്റ് ടീമിൻ്റെ ഭാഗമാണ്, ആക്റ്റീവായി സ്റ്റോറി ലൈനുകളിൽ ചെയ്യുന്നുണ്ട്. രണ്ടാമത്തേത് ബിയാങ്ക ബെലേർ ആണ്. പക്ഷേ ബിയാങ്ക ബെലേർ നിലവിൽ ഇൻആക്റ്റീവ് ആണ്, ആക്റ്റീവ് അല്ല. പക്ഷേ ബിയാങ്ക ബെലേർ റോയൽ റംബിൾ 2026 റിട്ടേൺ ചെയ്ത് റോയൽ റംബിൾ വിജയിക്കുമെന്നാണ് പ്രഡിക്ഷൻസ് നമുക്ക് ചൂണ്ടിക്കാണിച്ച് തരുന്നത്. ഇനി മെൻസ് റോയൽ റംബിളിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ നിലവിൽ ബ്രോൺ ബ്രേക്കർ ടോപ്പ് 2 റെസ്ലേഴ്സിലെ 2ാം സ്ഥാനത്ത് ഇടം നേടിയിട്ടുണ്ട്. ബ്രോൺ ബ്രേക്കറിന് നിലവിൽ ഭയങ്കര പുഷ് കിട്ടുന്നുണ്ട്. ഇനി ബ്രോൺ ബ്രേക്കറിന് മുകളിലുള്ളത് വിജയിക്കാൻ സാധ്യത കൂടുതലുള്ളത് സൂപ്പർ താരം OTC റോമൻ റീൻസ് ആണ്. കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് റോമൻ റീൻസിൻ്റെ പേര് തന്നെയാണ് നമുക്ക് കേൾക്കാൻ സാധിക്കുന്നത്. റോമൻ റീൻസ് വിജയിക്കുമെന്നാണ് ഇപ്പോഴും പുറത്തേക്ക് വരുന്ന ഫേവറേറ്റ് ലിസ്റ്റിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിങ്ങളുടെ അഭിപ്രായ പ്രകാരം ആരാണ് വിജയിക്കാൻ സാധ്യത? റോയൽ റംബിൾ 2026 ഇവരല്ലാതെ മറ്റാരെങ്കിലും വിജയിക്കുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? നിങ്ങളുടെ പ്രതികരണങ്ങൾ കമൻറ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.